ഹായ്, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. മഴയൊക്കെ ഉണ്ടോ എല്ലാവർക്കും? ഇവിടെ കൂടെയൊക്കെ മഴയുണ്ട്. കൂട്ടുകാരോട് ഞാൻ പറഞ്ഞില്ലേ, ഈ റോസാ ചെടി നല്ലതുപോലെ പൂവിട്ട് നിൽക്കാൻ ഞാൻ പ്രയോഗിച്ച ആ മരുന്ന് ഏതാണെന്ന് കാണിച്ചു തരാമെന്ന്. ഇന്ന് അതിൻ്റെ വീഡിയോയാണ്. നമുക്ക് കാണാം ഏത് മരുന്നാണെന്നത്. ആ മരുന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് റോസ കാണാം. കണ്ടോ, ഈ റോസ കണ്ടോ? നല്ലതുപോലെ കീടാണു ശല്യമുള്ള ഒരു റോസയാണ്. കണ്ടോ, ഇലയൊക്കെ ചുരുണ്ട് കണ്ടോ, ഇതിൻ്റെ അടിയൊക്കെ നോക്കേ. കണ്ടോ, കുരുടി ഇരിക്കുന്നുണ്ട്. വിരിഞ്ഞ പൂ പോലും നോക്കേ, ഒരു ഭംഗിയില്ലാതെ വിരിഞ്ഞിരിക്കുന്നത് ഉണ്ട്. ഇല ചുരുണ്ട് പോകുന്നതുണ്ടോ? ഇതെങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് അതിന് മുമ്പ് കുറച്ച് റോസകൾ കാണാം. അതുപോലെ കുരുടി നിന്ന ഒരു റോസയായത് കണ്ടോ കൂട്ടുകാർ, കണ്ടോ? അതൊക്കെ നല്ലതുപോലെ തളിർത്ത് ഉണ്ട്, പുതിയ മൊട്ടുമൊക്കെ ആയിട്ട് വരിക. കണ്ടോ, ഇത് നമ്മുടെ ചെടിയിൽ ഒരു ചെടി കയറിയാൽ മതി, പെട്ടെന്നാണ് മറ്റുള്ള എല്ലാ ചെടികളിലും കയറുന്നത്. ഇതുപോലെ കുരുടി നിന്ന റോസകളാണ് ഇതൊക്കെ. ഈ തൃപ്പെന്ന് പറയുന്ന ഈ കീടം കയറിയ റോസായിരുന്നു ഇതൊക്കെ. ഇതിനെയൊക്കെ രക്ഷപ്പെടുത്തിയെടുത്തതാണ്. മൊത്തവും കുരുടി പന്നലായി നിന്നെയാ. ഇലയൊക്കെ അങ്ങ് ചുരുണ്ട് കരിഞ്ഞു പോയതാ. കമ്പിനകത്ത് പോലും അതിൻ്റെ നാണ്ട് ഇതുപോലെ കറുത്ത് വരുമായിരുന്നു, കമ്പ് പോലും. അവിടുന്നൊക്കെ മരുന്നടിച്ചതിന് ശേഷം അത് പൊട്ടി കിളിച്ച് റെഡി ആയാണ്ട് ഇത്രയും വലുതായി മുട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അത്രയ്ക്ക് നശിച്ചു പോയൊരു റോസായിരുന്നു ഇത്. ആദ്യം ആ മരുന്നടിച്ചത് കൂട്ടുകാരെ കാണിക്കാൻ പറ്റിയില്ല, അന്ന് വീഡിയോ എടുത്തില്ലായിരുന്നു. ഇന്നെന്തായാലും നമുക്ക് കാണാം. മഴയുള്ള സമയത്ത് കഴിവതും മരുന്നടിക്കരുത്, അത് ഫലം ചെയ്യത്തില്ല. അതുപോലെ കുഞ്ഞു മക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരില്ലാത്ത സമയം നോക്കി വേണം മരുന്നടിക്കാൻ. അവർ വീട്ടിലുണ്ടെങ്കിൽ കഴിവതും മരുന്നടിക്കാത്തയാണ് നല്ലത്. കുഞ്ഞുങ്ങൾക്കൊക്കെ അതിൻ്റെ സൈഡ് എഫക്റ്റോ എന്തെങ്കിലുമൊക്കെ വന്നാൽ അറിയാൻ പറ്റത്തില്ല. ഇവിടുത്തെ മക്കളുമാരിപ്പോൾ ട്യൂഷന് പോയേക്കുക. ഇനി 7 മണിയായിട്ടേ വരത്തുള്ളൂ. അവരങ്ങ് വന്നു കഴിഞ്ഞാലും പുറത്തോട്ട് ഇറങ്ങത്തില്ല. അതുകൊണ്ട് വൈകുന്നേരം അടിക്കുന്നതാണ് വൃത്തി. കുഞ്ഞുങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് അടിക്കുന്നതാണ് വൃത്തി. അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ക്രിപ്പെന്ന് പറയുന്ന ആ ഫംഗസിനെ ഒഴിവാക്കാൻ പറ്റിയ ഒരു കീടനാശിനിയായി ഇത് കോൺഫിഡോ. ഇത് ഞാനാണെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ലൊരു കീടനാശിനി. എനിക്ക് ഉപയോഗിച്ച് 100% ഫലം കണ്ട്. നിങ്ങൾ കണ്ടില്ലേ എൻ്റെ ചെടികൾ, ആ റോസാ ചെടിയൊക്കെ കുരുടി നിന്നതൊക്കെ നല്ലതുപോലെ നിൽക്കുന്ന, ഇഷ്ടംപോലെ പൂക്കളും മൊട്ടുമായിട്ട് നിൽക്കുന്ന കണ്ടില്ലേ? ഇതുപയോഗിച്ചതിന് ശേഷമാണ് എൻ്റെ റോസാ ചെടികൾ അതുപോലെ വന്നത്. റോസാ ചെടികൾക്ക് മാത്രം ഉപയോഗിക്കത്തുള്ളൂ ഞാൻ ഇത്. റോസാ ചെടികൾ ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് 100% റിസൾട്ട് കിട്ടിയത്. ഇത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് 1 ലിറ്റർ വെള്ളം കൊള്ളുന്ന കപ്പ. ഇതിന് 2 കപ്പ് വെള്ളം എടുക്കണം. 1 കപ്പ് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ഈ 1 കപ്പ് ഒഴിച്ചിട്ട് നമുക്ക് അടുത്ത കപ്പ് എടുക്കുമ്പം അതിലോട്ട് മരുന്നൊഴിക്കാം. അടുത്ത 1 കപ്പ് എടുത്ത് എന്നിട്ട് ഇതിലോട്ട് എങ്ങനെ മരുന്നൊഴിക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിൻ്റെ കൂടെ തന്നെ മെഷറിംഗ് കപ്പും കിട്ടും. അളവിനുള്ളത് കണ്ട് അളവ് എഴുതിയിട്ടുണ്ട്. കാണാൻ പറ്റുമോ? എത്ര ml ഒക്കെ ഒഴിക്കണമെന്നുള്ളത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് 5 ml ഒന്നും ഒഴിക്കണ്ട, 35 ml വരെ എഴുതിയിട്ടുണ്ട്. നമുക്ക് 2 ലിറ്റർ വെള്ളത്തിന് ഒരു 3 ml ഒഴിച്ചാൽ മതി. സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇത് കയ്യിലൊന്നും വീഴാതെ സൂക്ഷിക്കണം. എൻ്റെ ഈ ഗ്ലൗസ് ഒന്നുമില്ല. ഗ്ലൗസ് ഉണ്ടായിരുന്നെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഒരു 3 ml നമുക്ക് എടുക്കാം. നല്ലൊരു സ്മെല്ലുണ്ട് ഇതിന്. എന്താ, ഒരു 3 ml എടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഉണ്ടോ?
കളർ വ്യത്യാസം കണ്ട്. അപ്പോൾ അതേ വെള്ള പാല് പോലെ ഒരു പാട വന്ന് മേളി. ആരും കൈയിട്ടൊന്നും ഇളക്കരുത്. എന്തെങ്കിലും ഒരു കമ്പോ, ഇപ്പം ഞാനൊരു കത്രിക ഇട്ട് ഇളക്കുന്ന, കൈയൊന്നും ഇട്ട് ആരും ഇളക്കല്ലേ. നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് മറ്റേ വെള്ളത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഇതും കൂടെ കൈയിട്ടൊന്നും ആരും ഇളക്കരുത്. ഒരു കീടനാശിനിയല്ലേ എന്തുവായാലും ഇത്. കൈയൊന്നും ഇടണ്ട. അതിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ്റിയാലോ എന്തെങ്കിലും. അതുകൊണ്ട് ആരും കൈയൊന്നും ഇട്ട് ഇളക്കരുതേ. ഇതിലോട്ട് നിറയ്ക്കാം. നമുക്ക് തറയെ പോകാതെ പെതുക്കെ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് റോസിൻ്റെ ഇലകളുടെ അടിയിലും പൂമുട്ടിലും എല്ലാം നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കണം. നല്ലതുപോലെ സ്പ്രേ ചെയ്യണം. റോസയുടെ ഇലയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നല്ലതുപോലെ സ്പ്രേ ചെയ്യണം. കുരുടി നിൽക്കുന്ന റോസയ്ക്ക് തന്നെ നമുക്ക് അടിച്ചു കൊടുത്തു തുടങ്ങാം. നല്ലതുപോലെ ഇലയുടെ അടിയിലും എല്ലാം നല്ലതുപോലെ പറ്റണം. കമ്പിലും ഒക്കെ ഓരോ റോസുകൾക്കും ഞാൻ അടിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാത്തിനും അടിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മളെ എല്ലാ റോസുകൾക്കും എല്ലാം അടിച്ച് തീർന്ന് മരുന്ന് ഉണ്ട്. ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന ചെടികളിലൊക്കെ വീഴും. ഞാൻ മറ്റ് ചെടികൾക്ക് അടിക്കാറില്ല. റോസയ്ക്ക് അടിക്കുന്ന കൂട്ടത്തിൽ മറ്റ് ചെടികൾക്ക് വീഴും. ഇതുവരെ അതിനൊന്നും കുഴപ്പം സംഭവിച്ചിട്ടില്ല. റോസയ്ക്കാണ് ഞാൻ പ്രധാനമായിട്ടും കോൺഫിഡോർ അടിക്കുന്നത്. ഞാൻ ഒന്നും കൂടെ പറയുക, മക്കളുമാരൊക്കെ സ്കൂളിൽ പോകുമ്പോഴോ ട്യൂഷനിലൊക്കെ പോകുമ്പോഴേ ഇത് അടിക്കാവൂ. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കഴിവതും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കുഞ്ഞുങ്ങൾ വീട്ടിലില്ലാത്ത സമയം നോക്കി വേണം ഈ മരുന്നടിക്കാൻ. അവർ ട്രിപ്പിൻ്റെ ശല്യം കൂടുതലാണെങ്കിൽ 5 ദിവസം കൂടുമ്പോൾ കോൺഫിഡോർ അടിച്ചു കൊടുക്കണം. നല്ലതുപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കീടനാശിനിയാണ്. എല്ലാവരും ഉപയോഗിച്ച് നോക്കണം. നല്ല റിസൾട്ട് കിട്ടും. ഞാൻ ഉപയോഗിച്ച് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം എന്തായാലും ഈ കോൺഫിഡോർ ഉപയോഗിച്ച് നോക്കണം. റോസാ ചെടികളിലെ കുരടിപ്പും എല്ലാം മാറി നല്ലതുപോലെ നിങ്ങൾക്ക് ഫ്ലവറും ഒക്കെ ആയിട്ട് വരും. അതുകൊണ്ട് കൂട്ടുകാരെല്ലാം ഇതൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അനുഭവം കമൻ്റായിട്ടിടണം. മറക്കല്ലേ. അന്നേരം ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കല്ലേ. കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ വീഡിയോ കാണുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അന്നേരം ഓക്കെ, ബൈ ബൈ, സീ യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.